ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. വയനാട് ദുരന്തത്തെ കുറിച്ച് അവിടെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ കാഴ്ചകളെ കൊഞ്ഞനും കുത്തിക്കൊണ്ട് ഒരു വൃത്തികെട്ട ഒരു ചെറ്റ നായി ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഒരുപാട് വീഡിയോസ്. ഈ സങ്കട കാഴ്ചകൾ കാണുമ്പോൾ ആ വീഡിയോ അതിൻ്റെ താഴെ ഇങ്ങനെ ചിരിച്ച് കളിയാക്കിക്കൊണ്ട് എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട് അവൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. സോ അവൻ്റെ റീൽസ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരട്ടെ. നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. അത് മതി. പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കളും അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. കൊണ്ടുപോട്ടെ, ഒന്നുമില്ല അറിയുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് മൊത്തം സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. സാറേ, ഇതൊരു സ്വർഗമായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. നമുക്ക് നമ്മളാരും കണ്ടിട്ടില്ല. 13 കുടുംബം, അതിൽ 5 പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി, മകളടക്കം. അപ്പം അതാണ് വീഡിയോ. പിന്നെ ഈ ചെക്കൻ, അവൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടിയല്ലോ. ഇവൻ തിരുവനന്തപുരത്തുകാരൻ, 29 വയസ്സ്. 29 വയസ്സെന്ന് പറയുമ്പോൾ കുടുംബസ്ഥനാവാം. പിന്നെ അവൻ്റെ അപ്പൻ UK-ല്. അപ്പം അങ്ങനെയെങ്കിൽ അവൻ ക്യാഷ് ടീമുമാണ്. അപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അവനില്ല. പിന്നെ എന്താണ് അവന് പ്രശ്നം? അപ്പോൾ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് അത് കുത്തിയിട്ടും മുഴച്ചിട്ടും ഉണ്ടാകുന്ന പ്രശ്നമാണ് അവൻ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത്. പിന്നെ അവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നെയിം എന്താണെന്ന് അറിയാമോ? റിനോയ് ലവ്. അവൻ്റെ ലവ് കൂടിയിട്ട്, അതായത് ജനങ്ങളോടുള്ള അവൻ്റെ ലവ് കൂടിയിട്ട് പെരുത്ത ലവായിട്ട് അവൻ ഇട്ടതാണ്. നിനക്ക് അങ്ങനെ തന്നെ വേണം, അങ്ങനെ വേണം, നിനക്ക് ഇതിരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് അവൻ എന്തോ അവിടെ നടക്കുന്നത് എന്തോ വേറെ ആരോണ്ടോ അങ്ങനെ എന്താ പറയുക, ഒരു ആഭാസം കാണിച്ച രീതിയിൽ അവൻ വായു പൊത്തി ചിരിക്കുക. പരനാറി വായു പൊത്തി ചിരിക്കുക. ഇവൻ്റെ അപ്പൻ അവിടെ പോയിട്ട് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഇതുപോലെയുള്ളതിനെല്ലാം തീറ്റി പോറ്റാനായിട്ട് അയച്ചു കൊടുത്തിട്ട് തിന്ന് 29 വയസ്സ് വരെ തിന്നിട്ട് ആർക്കും ഉപകാരമില്ലാതെ ഭൂമിക്ക് ഭാരം മാത്രമായിട്ട് ആയി മാറിയിരിക്കുകയാണ് ഇപ്പം. ഇത് അവൻ്റെ അപ്പനും അമ്മയും അറിയുന്നില്ല ഇപ്പം. പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞു, എല്ലാം അത് വൈറലായി. ഇപ്പം ഫേമസ് ആയി. കാരണം ഇവൻ വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇതിലോ ചെയ്തത്. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഓഹോ, എന്താ അത്? ആ വീഡിയോസിന് താഴെ ആ ഒരു ഉണ്ണിമാഷും വെള്ളാർമല സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, അവർ ആ സ്കൂള് കണ്ട് നെഞ്ച് പൊട്ടിയിട്ട് അത്രയും പ്രകൃതിയെ സ്നേഹിച്ച് മക്കളെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കാതെ വെളിയിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ച് പ്രകൃതിയെ സ്നേഹിച്ച് ആ സ്കൂളിനെ സ്വന്തം മക്കളെയും സ്കൂളിലെ കുട്ടികളെയും സ്കൂളിനെയും സ്വന്തം കുടുംബത്തെ പോലെ കണ്ട ഒരു അധ്യാപകൻ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കത് കൺമുൻപിൽ കാണാൻ പറ്റാതെ നെഞ്ചു പൊട്ടി അലമുറയിട്ട് പറഞ്ഞ വാക്കുകൾക്ക് താഴെ വന്നിട്ട് ആ നാറി ചിരിച്ചാണ്. അവനെന്തോ അവിടെ എന്താ അതിനപ്പുറം നടക്കുന്നത്? ആരെങ്കിലും തുണി അഴിച്ചിട്ട് നിൽക്കുന്നുണ്ടോ ഇവൻ ഇങ്ങനെ കാണിക്കാൻ? അല്ലെ, ഇവൻ എന്താ വായുബുദ്ധി ചിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ റിയാക്ടിങ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ, ഇവൻ്റെ ചിരിക്കുന്ന വീഡിയോസ് കണ്ടപ്പോൾ ആ കൊച്ചു പയ്യൻ, ഇതിനെന്തോന്ന് ഒരു 20-21 വയസ്സ് വല്ല കോളേജിൽ പോകുന്ന ഈ കൊച്ചു പയ്യന് അതിന് ഏതോ ഒരു നേരത്തെ ഒരു ദുർബുദ്ധി തോന്നിയത് എന്ന് ഞാൻ കരുതിയത്. നോക്കുമ്പോൾ 29 വയസ്സെന്ന് പറഞ്ഞാൽ ഇവൻ മര്യാദയ്ക്ക് ഒരു 25 വയസ്സിലെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു അപ്പനാണ്. ഇപ്പോൾ ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഭാര്യയ്ക്ക് ഇവൻ വെറും പരാജയം, അപമാനം. പിന്നെ ഇവൻ്റെ അപ്പനും അമ്മയ്ക്കും ഇതൊരു അപമാനം എന്ന് പറഞ്ഞാൽ അവരെന്തോ മുജ്ജന്മത്ത് ചെയ്ത പാപത്തിന് കിട്ടിയതാണ് ഇവൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലൊരു വൃത്തികെട്ട ഈ ഒരു പരനാറി അപ്പൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അയച്ചു കൊടുത്തപ്പം ഇത് തിന്നു കൊഴുത്ത് ശീമപ്പന്നി പോലെ തിന്നു കൊഴുത്ത് 29 വയസ്സായപ്പോൾ അതിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തിയത് കൊണ്ട് അവൻ അവിടെ കിടന്ന് ഞെരിപിരി കൊണ്ടതാണ്. അങ്ങനെ കിടന്ന് എന്താ അത്? ഇവൻ
അപ്പുറത്തെന്തോ വേറെ ഏതാണ്ടോ നടക്കുന്ന രീതിയിലാണ് ഇവനിങ്ങനെ ഇങ്ങനെ വായ് പൊതിച്ചിരിക്കുന്നു. കൊടുക്കണ്ടേ അവനെ കരണ കുറ്റിയടിച്ചിട്ട്? എന്താ ഇത്? ഇതൊക്കെ മലയാളിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേട്. ആരെങ്കിലും ചോദിക്കുമ്പോൾ കേരളത്തിൽ ഇത്രയും ഒരു മഹാദുരന്തം നടന്നിട്ട് അതിനെ മലയാളി തന്നെ ഒന്ന് പുച്ഛിച്ചിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോൾ മറ്റുള്ള ഭാഷയുള്ളവരെല്ലാം എന്താ ഇങ്ങനെ മലയാളി, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം മലയാളിക്കാണെന്ന് പറയും. പക്ഷെ വിവരമില്ലായ്മ കാണിക്കുന്നതും ഇതുപോലെ ഉള്ള ചില നാറികളാണ് നമ്മളെ പറയിപ്പിക്കാനായിട്ട് വെറുതെ ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന ചില നാറികളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഈ ജന്മം കൊണ്ടത് ഇതുപോലെയൊക്കെ കേൾക്കാനാണ്. ഇതുപോലെ നമുക്കും കൂടെ അപമാനമായിട്ട് ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന ചില നാറികളുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ, എനിക്കിത്തിരി കോൾഡിൻ്റെ പ്രശ്നമുണ്ട്, അതിങ്ങനെ കണ്ണ് നിറഞ്ഞു വരുന്നു. ഇടയ്ക്കൊന്ന് തുമ്മൽ വന്നു, അതാണൊന്ന് ബ്രേക്കായത്. അപ്പം എന്താ പറയുക, അതുപോലെ ഈ ഒരു മഹാദുരന്തം നമുക്ക് തന്നെ കാണുമ്പം നെഞ്ചു പൊട്ടി പോകുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രവാസി, ഒരു ബന്ധു വിളിച്ചു പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുമ്പം സ്വന്തം ഭാര്യയില്ല, മക്കളില്ല, അച്ഛൻ അമ്മയില്ല, അതുപോലെ അനിയൻ്റെ ഭാര്യ, ആ കുടുംബം ഒന്നുമില്ല. ഒരു കുടുംബത്തിലെ 11 പേര് പോയിട്ട് ഒരു 3 ദിവസം അവിടെ ക്യാമ്പിലിരുന്ന് എന്നിട്ടാണ് വീടിരുന്ന ഭാഗത്തേക്ക് വന്ന് കാണുമ്പോൾ വീടിരുന്നവിടത്തുള്ള ഒന്നുമേ ഇല്ല, അടയാളമേ ഇല്ലാതെ തലയിൽ കൈവച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ആ ഒരു സീനുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. നമ്മളാണ് ആ അവസ്ഥയിലൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൈ മോടില്ല, കാല് മോടില്ല, നമ്മൾ അപ്പോൾ പോവും, നമ്മൾ നിലം പൊത്തിപ്പോവും. പക്ഷെ അതുപോലുള്ളതല്ലേ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള താന്തോന്നികൾക്കൊരു മനസ്സ് വരുന്നത്? ഇത് കൊഞ്ഞനം കുത്താനും കളിയാക്കി ചിരിക്കാനും എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ഇതുപോലുള്ള ഒരു നാറികൾ നമ്മളെ എല്ലാം മലയാളികളെ പറയിപ്പിക്കാനായിട്ട് ഉണ്ട്. അതിൻ്റെ ഇടയിലുണ്ട് ചില കൃമികൾ എന്ന് പറയില്ലേ, ഈ കൊറോണ വൈറസിനേക്കാളും വലിയൊരു വൈറസുകളാണ് ഇതെല്ലാം. അതേപോലെ ഒരു സാധാരണ കുടുംബം, ഒരു ഫാമിലി, അവർക്ക് പാല് കുടിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പം അതേപോലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പാല് ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചോളൂ, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കും വേണം പാൽ, ഒരു മുതുക്കനാണ്, അതിന് കുറച്ച് പ്രായമുണ്ട്, എനിക്ക് വേണം, എനിക്ക് മുലപ്പാല് വേണം. അവനെല്ലാം അവൻ്റെ അമ്മയുടെ ഇതൊന്നും കുടിച്ചിട്ടൊന്നും ഇല്ല. എന്തിനാണ് ഈ തന്തയും തള്ളയും പറയിപ്പിക്കാനായിട്ട്? അവനൊന്നും അമ്മയുടെ പാല് കുടിച്ചിട്ടില്ല. ഈ മുതുക്കൻ അങ്ങനെ ഒരു ഇടിമിന്നലിൽ പൊട്ടിമുളച്ചതാണോ? ഇതുപോലെ എത്രയോ മോശം കമന്റ് ഇട്ട കുറേ ആളുകൾ ആ മുതുക്കനെ പോയി കുറേ പേരിട്ട് കൊടുത്തു, വിളിച്ചു, ജോർജ് കയറ്റി വിളിച്ച് നന്നായി കൊടുത്തു, എല്ലാം ചെയ്തു. കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എങ്ങനെയാണ് മനസ്സ് വരുന്നത്? അവനും ഇല്ലേ മക്കള്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടാവില്ലേ? അവൻ്റെ ഭാര്യയും ഇതുപോലെ, അവനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ ഒരു നാറിത്തരം ചെറ്റത്തരം എഴുതുന്നവരോട് പറയാനുള്ളത്, ഈ ജന്മം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പുണ്യപ്രവൃത്തികൾ, ഈ മറ്റുള്ളവർ ചെയ്യുന്ന പോലത്തെ ഒരു പ്രവൃത്തി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കില്ല. മറഞ്ഞിരുന്നുകൊണ്ട് കൊഞ്ഞനും കുത്താൻ മാത്രമേ നിങ്ങൾക്ക് ആവുള്ളൂ. ഇത് ഞാൻ മനസ്സിൽ തൊട്ട് പറയുന്നതാണ്. എനിക്ക് ഇതല്ലാതെ ഇതിനപ്പുറം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അമ്മയെ, മാതൃത്വത്തെ കളിയാക്കിക്കൊണ്ട് എനിക്കും വേണം എന്ന് പറയുമ്പോൾ, ഈ ടെക്നോളജി എത്രയോ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്മത്തൊട്ടിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരമ്മയില്ലാതെ തന്നെ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. അതിന് അവർ പൗഡർ കലക്കി പാല് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ശരി തന്നെ, അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആരും ചെയ്യാത്തൊരു കാര്യം, അവർ സ്വമനസ്സാലെ അവരുടെ മനസ്സിൽ നിന്ന് തോന്നിയത്, അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയത് അവരെ ഭർത്താവ് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെങ്ങനെ കളിയാക്കാൻ തോന്നുന്നു? അതാണ് എൻ്റെ ചോദ്യം. എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട, അവരത് കൊടുത്തോ ഇല്ലയോ, പക്ഷെ അവർക്കത് തോന്നി, അത് ചെയ്തു, അത് അവർ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒത്തിരി ഫാമിലികൾ ഞങ്ങളും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അതൊക്കെ അവരെ ഉള്ളിൽ നിന്ന് തോന്നിയ ഒരു വികാരമാണ്. ഒരുപാട്, ഈ 99% നല്ല സഹോദരന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ അവരെല്ലാം പറയിപ്പിക്കാനായിട്ട് എനിക്കും പാല് വേണം പറഞ്ഞ മുതുക്കനെ പോലെ കുറേ എണ്ണം നെഗറ്റീവ് കമന്റ് എഴുതിയ കുറേ എണ്ണമുണ്ട്. ഇതുപോലെ ഒരു താന്തോന്നി തന്തയും തള്ളയും പറയിപ്പിക്കാനായിട്ട് ജന്മം കൊണ്ട ഇതുപോലത്തെ ഒരു നാറി, ഇങ്ങനെ കൊഞ്ഞനം കുത്താനും ഉള്ള നാറികൾ ഉള്ളിടത്തോളം കാലം നമ്മൾ മലയാളികൾക്ക് ഇതൊരു അപമാനം തന്നെയാണ്. എനിക്ക് ആദ്യം ഈ വീഡിയോ
ഞാൻ കണ്ടിട്ട് വിട്ടതാണ്. ഇത് എന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് അയച്ചു തന്നിട്ട്, ഇത് നീ ഒന്ന് ഇത് നോക്ക്, ഇവൻ്റെ എത്ര വീഡിയോസിലാണ് ഇവനിങ്ങനെ കാണിക്കുന്നത്, ഇവൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് ശരി ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വന്നത്. ദയവ് ചെയ്ത് സഹോദരങ്ങളെ, ഇതുപോലെ നമുക്ക് ആരെയും ഒന്നും ചെയ്യാൻ സഹായിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒന്ന് പുകഴ്ത്തിയില്ലെങ്കിലും വേണ്ടില്ല, ഇകഴ്ത്താതിരിക്കുക, ഇതുപോലെ അപമാനിക്കാതിരിക്കുക. അതിനെങ്കിലും ഇത് എല്ലാവരും പറഞ്ഞല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു 99% നമ്മൾക്ക് കൂടെയുള്ള ഇതുപോലത്തെ സഹായ മനസ്സുള്ള എന്തിനും ധൈര്യപൂർവ്വം ഇറങ്ങി ചെല്ലുന്ന സഹോദരങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ചില നാറികളാണ് എല്ലാവരും ചേർന്ന് പറയിപ്പിക്കാനായിട്ട് ജന്മം കൊണ്ടത്. ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.